ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാളോസിൻ്റെ ഒരു എന്നാ പറയുന്നത്, നിങ്ങളൊക്കെ ആവശ്യപ്പെട്ട ഒരു വെറൈറ്റി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഇതെന്നെ സിന്ധുമ കുറേ ഡ്രസ്സൊക്കെ ഇവിടെ ഇറക്കി വെച്ചേക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് എൻ്റെ ഒരു ഐറ്റം ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ അധികം ആൾക്കാർ നേരത്തെ കമൻസ് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, സിന്ധുമേ അതിൻ്റെ വീഡിയോ ചെയ്യുമോ, ആ സംഭവത്തിൻ്റെ വീഡിയോ ചെയ്യുമോ, ആ സംഭവത്തിൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന്. അപ്പം എനിക്ക് അത്രയും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മുകളിൽ തുണി എടുക്കാനായിട്ട് പോയി, അലക്കി വിരിച്ചിട്ടിരുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 6-7 എണ്ണമുണ്ട്. അന്നേരം ഞാൻ ഈ മടക്കുന്ന കൂടെ ഉൾപ്പെടെ ഈ ഒരു വീഡിയോ കൊണ്ട് എടുക്കാതെ വിചാരിച്ചു കേട്ടോ. ചുമ അങ്ങ് മാറിയിട്ടില്ല, ചുമയുണ്ട്. അതിൻ്റെതായ ഒരു വിമിഷ്ടവും കാര്യങ്ങളൊക്കെ സ്വരത്തിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. 2 ദിവസം കൂടും. ഇപ്പോൾ ഒന്നിടവിട്ടാണ് കേട്ടോ, ഒരു ദിവസം കഴിയല്ല, പിറ്റേ ദിവസമാണ് കഴിയുന്നത്. അങ്ങനെ ഒന്നിടവിട്ടാണ് തല കഴുകുന്നത്. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ കുളിയും ജപമൊക്കെ കഴിഞ്ഞു, തലയൊക്കെ കഴുകി. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. മഴയായിരുന്നു. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിലൊന്ന് കയറിപ്പോണം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരുന്നത്. ഇന്നലെ വലിയ പ്ലാനൊക്കെ കെട്ടി ഇന്ന് രാവിലെ അങ്ങനെയൊക്കെ ചെയ്തു പോകാന്നൊക്കെ. പക്ഷെ രാവിലെ മുതൽ ഇങ്ങനെ മഴ ചാറി നിൽക്കുക. എന്നിട്ട് ഞാൻ സാരമില്ല, ഇപ്പിച്ചിട്ട് കഴിയുമ്പോൾ മാറുമെന്ന് വിചാരിച്ചു ഞാൻ സിറ്റൗട്ടി ഇറങ്ങിയിരുന്നു. അന്നേരത്തെ തന്നെ സൂസം ചേച്ചി ഫോൺ വിളിച്ചു. എന്നോട് പോയി ചോദിച്ചേ. ഞാൻ പറഞ്ഞു വീട്ടിലൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്, മഴയാ ചാറിക്കൊണ്ടിരിക്കുക, ഞാൻ സിറ്റൗട്ടി ഇറങ്ങി ചുമ്മാ ഇരിക്കുക എന്ന് പറഞ്ഞു. വണ്ടിയും കൊണ്ടൊന്നും പോകണ്ട കേട്ടോ, അപ്പടി തെന്നി തെറിച്ച് കിടക്കുമെന്ന്. അപ്പോൾ പിന്നെ എൻ്റെ ഒരു മൂത്തൊരാൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരിതുണ്ടല്ലോ. അപ്പോൾ എൻ്റെ മനസ്സങ്ങ് ഇതായിപ്പോയി. അതിനല്ലേ രാവിലെ അപ്പം ചേച്ചി പറഞ്ഞതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ നമ്മുടെ ഇവിടെ വന്നൊരു ചേട്ടൻ ചെറുതായിട്ട് എന്തോ കാണിച്ച് സ്ലിപ്പായി കണ്ടൊന്ന് വീണു. അപ്പം അത് വെച്ച് എന്നോട് പറഞ്ഞു, എൻ്റെ മനെ പുള്ളി അവിടെ വീഴുന്ന കണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞതാണ്. ഈ മഴയും തെന്നിത്തെറിച്ച് കിടക്കുമ്പോഴത്തേക്ക് വീഴണ്ട, പിന്നെ അമ്മൂൻ്റെ കാലും അതെല്ലാം കൂടെ മനസ്സിൽ വെച്ചോണ്ടാന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ ചേച്ചി പറഞ്ഞോട് ഞാനിത് പോയില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. പക്ഷേ പോകാഞ്ഞത് നന്നായി. എന്നാന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു കാണും. പെയ്യാതെ നിന്നു, തെളിഞ്ഞിട്ടില്ല, പെയ്യാതെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്നാ പറയുന്നത്, നൂൽമഴ പണ്ട് പറയുന്നത് കേൾക്കാം, നൂൽമഴ പെയ്യുന്നെന്ന്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഏതായാലും പോയില്ല, ഇവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് കുടിയെല്ലാം കഴിഞ്ഞപ്പോൾ വീഡിയോ എടുത്തേക്കാന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റി കളക്ഷൻസ്. ഒത്തിരി ഒന്നുമില്ല, പക്ഷെ എന്നാ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ഉണ്ട് താനും. പക്ഷേ എന്നും ഇടുന്നതുകൊണ്ട് ഈ വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ ഒരു നൈറ്റ് പോലും ഇല്ല, എനിക്കൊന്ന് ഇട്ടോണ്ട് നിൽക്കാന്നൊക്കെ ഞാൻ ചിന്തിക്കും കേട്ടോ. പക്ഷെ അത് അഹങ്കാരമാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഇത്രയും നൈറ്റിയില്ലേ, ചേട്ടാൻ്റെ അടുത്തോട്ട് തന്നെ കല്യാണം കഴിച്ച് തരുമ്പോഴത്തേനും എനിക്ക് 12 നൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ ചെന്നപ്പോഴത്തേനും അവരെല്ലാം 12 നൈറ്റിയോ, ഞങ്ങൾക്ക് 5 നൈറ്റിയേ ഉള്ളൂ, ഞങ്ങൾക്ക് 6 നൈറ്റിയേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം പണ്ട് മുതലേ എനിക്ക് കൂടുതലും നമ്മൾ എന്നാ പറയുന്നത്, ഒത്തിരി സമയം യൂസ് ചെയ്യുന്നത് നൈറ്റി അല്ലേ. അവിടെ നമ്മൾ തൊട്ട് പരിസരത്തൊക്കെ വീടുകളിൽ പണിക്ക് പോകുകയാണെങ്കിൽ നൈറ്റി ഇട്ടുണ്ടായിരുന്നു അന്നൊക്കെ പോകുന്നത്. അപ്പം അന്നും എനിക്ക് നൈറ്റി കൊണ്ട് പിന്നെ തയ്യലൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുറച്ചൊക്കെ തയ്ച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും എൻ്റെ നൈറ്റി കളക്ഷൻ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ. ഇത് ഈ നൈറ്റികൾക്കെല്ലാം തന്നെ ഏകദേശം ഓരോ കഥകളുണ്ട് പറയാനായിട്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ചെറുതായിട്ട് പറഞ്ഞ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഞങ്ങൾ തുടങ്ങാവേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറുപ്പ് കളറിൽ ഒരു ചുമലൊരു ഡിസൈൻ വരുന്നതാണ് കേട്ടോ, റോസപ്പൂവിൻ്റെ. ഈ നൈറ്റിയെ ഞാൻ ആദ്യം നിന്ന കടയിൽ നിന്ന് മേടിച്ച നൈറ്റിയാണ്. ഇത് ഇപ്പോൾ ഒരു എന്നാ പറയുന്നത് 10 വർഷത്തിന് മുകളിലൊക്കെ ആയ നൈറ്റിയാണ് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയിടെ എൻ്റെ ആകളെ എനിക്ക് അവിടെ ചെന്നപ്പോൾ എന്നാ പറയുന്നത്, കോയമ്പത്തൂർ ചെന്നപ്പോൾ മേടിച്ച് തന്ന നൈറ്റിയാണ് കേട്ടോ. 2 മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിലൊരെണ്ണമാണിത് കണ്ടോ. പോക്കറ്റൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ നൈറ്റി കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതലും ഡാർക്ക് കളറാണ് ഇഷ്ടം, പക്ഷെ നേരത്തെ എല്ലാം ലൈറ്റ് കളറായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 2-3 വർഷം മുമ്പുള്ള ഒരു വിഷുവിന് വേണ്ടിയിട്ട് ഞാൻ നിന്ന കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച നൈറ്റിയാണ് കേട്ടോ. അപ്പം എന്താ പറയുന്നത്, എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. കൂടുതലും എല്ലാവർക്കും മഞ്ഞയൊക്കെ തന്നെ എടുത്തു കൊടുത്തു, നല്ല രീതിയിൽ വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എനിക്കെടുത്ത ഒരു നൈറ്റിയാണ് ഈ മഞ്ഞ കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ മടക്കി കൂടെ വെക്കാൻ പോയി ലേറ്റ് ആകും അല്ലേ, ഞാൻ അത് കഴിഞ്ഞിട്ട് മടക്കിക്കോളാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ച് അങ്ങോട്ട് ഇടാം, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മടക്കിക്കോളാം. ഇതെനിക്ക് നമുക്ക് ആരാണ്ട് ഗിഫ്റ്റ് തന്നാണോ എനിക്കൊരു സംശയമുണ്ട്. അതെ, ഇതാരോ ഒരാൾ ഗിഫ്റ്റ് തന്നാണ് കേട്ടോ, ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത്
ഈ ഒരു റോസ് കളർ നൈറ്റി ഞാൻ എൻ്റെ ഫാഷൻ പോയിന്റിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഫാഷൻ പോയിന്റിൽ നിന്ന് എടുത്ത നൈറ്റിയാണ്. പിന്നെ ഇത് എനിക്ക് ഈ പ്രാവശ്യത്തെ ഓണത്തിന് സിന്ധു തയ്ച്ചു തന്ന നൈറ്റിയാണ്. പിന്നെ ഇതാണെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു നൈറ്റി കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കഴുത്ത് ഇടുമ്പോൾ നല്ല ഭംഗി കാണാനായിട്ട്, നല്ല നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ തയ്ച്ച നൈറ്റി കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. തയ്ച്ചു കഴിഞ്ഞിടയ്ക്ക് ഞാൻ എവിടെ പോയാലും ഈ നൈറ്റി ആയതുകൊണ്ട് മുണ്ടക്കത്ത് വരും, ആലപ്പുഴയ്ക്ക് വരും, എവിടെയെല്ലാം പോകുമായിരുന്നു. അപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ ഈ നൈറ്റിയെ കൊണ്ടുപോകത്തുള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നൈറ്റിയാണ്. പോക്കറ്റും ഒക്കെ പിടിപ്പിച്ച് നല്ല നല്ല രസമുണ്ടായിരുന്നു. ഇത് ഇടുമ്പം ഒത്തിരി വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തയ്ച്ച നൈറ്റിയാണ്. ഇത് നമ്മുടെ ചേട്ടായി ആരുടെ ഗിഫ്റ്റ് തന്നാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ മറന്നുപോയി. അല്ല, ഇത് അനുശ്വര മോൾ ഗിഫ്റ്റ് തന്നാ കേട്ടോ. ഇത് അനുശ്വര മോൾ ഗിഫ്റ്റ് തന്നോ ഉണ്ടോ? അവളെന്നെ തട്ടും, വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ നൈറ്റി അല്ലെന്ന് ചോദിക്കും. അതെനിക്ക് അനുശ്വര മോൾ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇനി ഇത് ഈയിടെ നമുക്ക് ആരാണ്ട് ഗിഫ്റ്റ് ചെയ്ത് തന്നെ നൈറ്റി ആയത് ആരാണെന്ന് എനിക്കറിയത്തില്ല. ഇത് ഈ ബനിയൻ നൈറ്റി കേട്ടോ. പക്ഷേ നല്ല സൂപ്പറാണ്. അത്യാവശ്യം കൈയും ഒക്കെ ഉണ്ട്. ഈ എല്ലാം തന്നെ പറഞ്ഞത് മഹാ ബോറായിട്ടുള്ള ഒരു നൈറ്റി അല്ല, നല്ല നൈറ്റിയാണ്. പക്ഷേ ഈ ചൂടായിരുന്നുകൊണ്ട് ഇതുവരെ ഇട്ടില്ല. ഇനിയിപ്പോൾ മഴക്കാലമാകുമ്പോൾ അത് ഇടാം. പിന്നെ ഇത് ഞാൻ തയ്ച്ച നൈറ്റി കേട്ടോ. ഈ മറിച്ച് വെച്ചേക്കണം. ഈ നമ്മുടെ തുണി മടക്കുമ്പോഴേ മൂടനുസരിച്ച് ഒത്തിരി തുണി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ മറിച്ചിടാൻ അങ്ങനെയൊക്കെ കൊണ്ട് മടക്കി വെക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിലും ഇല്ലാത്ത പരിപാടിയൊന്നുമില്ല. ഇത് ഞാൻ തയ്ച്ച നൈറ്റി കേട്ടോ. ഇതൊക്കെ ഒരു 10 വർഷത്തിന് മുകളിലായ നൈറ്റി കേട്ടോ. ഇതൊക്കെ ഇത് ഞാൻ ഫാഷൻ പോയിന്റിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ ഇതെനിക്കിങ്ങനെ ഈ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്ത നൈറ്റി. ഇതൊക്കെ 2-3 വർഷം ആയതേ ഉള്ളൂ. ഇത് ഞാൻ തയ്ച്ച നൈറ്റിയാണ്. ഇത് ഞാനേ നമ്മുടെ ആനന്ദം പട്ടുമഹാലിൽ നിന്ന് എടുത്ത കമ്പം കുറേ തുണികൾ നമ്മൾ പോയി എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അന്നേരം ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ നൈറ്റ് തയ്ച്ച് അങ്ങനെ. ഇത് ഞാൻ ഫാഷൻ പോയിന്റിൽ നിന്ന് എടുത്തത്. ഫാഷൻ പോയിന്റിൽ എടുത്ത നൈറ്റികൾ കുറേ എണ്ണം പിന്നെ എന്നാ പറയുന്നത് ആ കടയിൽ നിന്നപ്പോഴത്തേക്ക് അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയമല്ലായിരുന്നു. അപ്പം മാറി മാറി ഇടാൻ വേണ്ടിയിട്ട് ഇതും ഫാഷൻ പോയിന്റിൽ നിന്ന് മേടിച്ച നൈറ്റിയാണ്. പിന്നെ ഇത് ഞാൻ തയ്ച്ച നൈറ്റിയാണ്. ഒത്തിരി ഇതിന് ബിസിന്നോ അങ്ങനെ കണ്ടോ ഈ തുണിക്ക് പറയുന്നത് കേട്ടോ. പോളിസ്റ്റർ മിക്സും കൂടെ ചേർന്ന നൈറ്റിയാണ്. പക്ഷെ ഇത് നല്ല എന്നാ പറയുന്നത് തയ്ച്ചപ്പോഴൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു ഇതിടുമ്പോൾ. ഈ നൈറ്റി ആയിരുന്നു എൻ്റെ അമ്മ വന്നാലും കാഞ്ചിയാറമ്മ വന്നാലും ഒക്കെ ഇടുന്ന നൈറ്റ് ഇതായിരുന്നു കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ലൈറ്റ് കളറായതുകൊണ്ടേ ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇങ്ങനത്തെ തന്നെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു നീല. അത് ഞാൻ കാഞ്ചിയാറമ്മയ്ക്ക് കൊടുത്തു വിട്ടതാണ്. അപ്പം കാഞ്ചിയാറമ്മയും എൻ്റെ അമ്മയും വരുമ്പോൾ ഇടുന്ന നൈറ്റിയായിരുന്നു ഇത്. പിന്നെ ഇത് ഇങ്ങനെ നമ്മുടെ കോയമ്പത്തൂർ ആങ്ങള മേടിച്ചു തന്ന നൈറ്റിയാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞ മടക്കിയപ്പോൾ തിരിച്ചൊക്കെ വെച്ചേക്കുമോ എന്നാ സാധനമാണോ ഞാനല്ലേ. ഇത് നല്ല സൂപ്പർ നൈറ്റി കേട്ടോ. ഇത് ഇപ്രാവശ്യം ആ പിള്ളേർ ഇവിടെ വന്നില്ലേ, നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല നൈറ്റിയാമേ, നല്ല നൈറ്റിയാമേ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് ഇവിടെ നിർത്താം. ഇത് ചേട്ടായാണ്ട് വാങ്ങിച്ചു തന്ന നൈറ്റിയാ കേട്ടോ. തയ്ച്ചൊന്നുമല്ല, ചേട്ടായി വാങ്ങിച്ചു തന്ന നൈറ്റിയാ. ഇത് ഞാൻ തയ്ച്ച നൈറ്റിയാ. ഞാൻ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് വന്ന ഇടയ്ക്ക് തയ്യലും പഠിപ്പിച്ചില്ല ചേട്ടായി. അത് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങ് തയ്ക്കുമായിരുന്നു. അപ്പോൾ ചുരിദാർ ഇട്ട് വയ്ക്കാൻ ഈസി അല്ലേ, എളുപ്പമല്ലേ. അപ്പോൾ എനിക്ക് വലിയ വണ്ണവും ഇല്ലായിരുന്നു. അപ്പോൾ ഫുള്ള് നമുക്ക് ചുരിദാർ ഇട്ടിൻ്റെ നൈറ്റിയായിരുന്നു തയ്ച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി കളറും ഡിസൈനും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചെല്ലാം എന്നിട്ട് അമ്മൂന് ഞാൻ ചെറുതാക്കി കൊടുത്തു വിട്ടായിരുന്നു. അമ്മൂന് അവിടെ ചൂടാന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അത് ഇത് ഞാൻ തയ്ച്ച നൈറ്റി. ഇത് എനിക്ക് എൻ്റെ ഫേവറേറ്റ് നൈറ്റിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇതിപ്പം ഇതേ സത്യം പറഞ്ഞാൽ കീറി എന്നിട്ട് എനിക്ക് കളയാൻ മടിയായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്ത കാരണം ഗൾഫിൽ നിന്നൊക്കെ വന്ന ഇടയ്ക്ക് ഇത് ഇട്ട് ഒരു ഷെയർ ചാറ്റിനകത്തൊരു പാട്ട് വീഡിയോ ഇട്ടായിരുന്നു. ചുമ്മാ ഇങ്ങനെ എന്നാ പിച്ച വയ്ക്കും കൺമണിയെന്നോ തിത്തേ ഏതോ ഒരു പാട്ടിൻ്റെ. പക്ഷെ അത് ഭയങ്കരമായിട്ട് നന്നായിട്ട് എല്ലാവരും ഏറ്റെടുത്ത ഒരു റീൽസായിരുന്നു. അത് ഈ ഷെയർ ചാറ്റിനകത്തായിരുന്നു കേട്ടോ. അപ്പം ഇത് ഈ നൈറ്റ് എനിക്ക് അതുകൊണ്ട് കീറിട്ടും കളയാൻ തോന്നിയിട്ട് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഈ നൈറ്റ്. എന്നാന്ന് എനിക്കതില്ല അത്ര ഇഷ്ടമാണ്. പിന്നെ ഈ നൈറ്റ് ഞാൻ തയ്ച്ചതാണ്. പക്ഷേ ഇതിനൊക്കെ ആദ്യം തയ്ച്ചപ്പം ചെറിയ ചെറിയ ഫാൾട്ടുകളൊക്കെ വെച്ചാണ് പറ്റിയതാണ് കേട്ടോ.
ഇതൊക്കെ നമുക്കിങ്ങനെ പൈപ്പിംഗ് ഒക്കെ മേടിക്കാൻ കിട്ടുന്ന കേട്ടോ. കമ്പത്തുനിന്ന് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നത്. ഇതിന് ഉള്ള ഫാൾട്ട് എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു സൈഡിൽ ഞുറിച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ ഞുറിച്ചിലില്ല. ഞാൻ തന്നെ തയ്ച്ചതാണ്. ഇത് ഞാൻ തയ്ച്ച നൈറ്റിയാ. കൂടുതലും തന്നെ ഞാൻ തയ്ച്ച നൈറ്റികളാണ് കേട്ടോ. തുണി എടുത്തുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നുന്നു, അങ്ങോട്ട് എടുക്കും. അങ്ങനെ അങ്ങനെ ഇത് ഞാൻ തയ്ച്ച നൈറ്റിയാ. ഇത് പിന്നെ ഒരിടയ്ക്ക് ബനിയനായിട്ട് ആയിരുന്നു കേട്ടോ ഫാഷൻ. എന്നെ കല്യാണം കഴിച്ച് ചേട്ടാ കൊണ്ടുവരുന്ന ആ ഇടയ്ക്ക് ഇപ്പോൾ ബനിയനായിട്ട് ഭയങ്കര ഫാഷനായിരുന്നു. എവിടെ നമ്മുടെ ഒരു തയ്ക്കുന്ന ഒരു ജോർജ് കുട്ടി എന്നാണ് തോന്നുന്നു ചേട്ടൻ, ഒരു മറന്നു കേട്ടോ. അല്ല, അച്ചമഞ്ഞേട്ടൻ ആ ചേട്ടൻ കൊണ്ടുവന്ന് ഇങ്ങനെ വിൽക്കുന്നതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് മേടിച്ച നൈറ്റിയാണ് ഇത്. വണ്ണമൊന്നും ഇല്ല, ഇപ്പം നല്ലതായിരുന്നു, ഇട്ടാലൊക്കെ നല്ല സൂപ്പർ നൈറ്റിയായിരുന്നു. ഇപ്പം ഞാൻ വണ്ണം ഉള്ളതുകൊണ്ട് അങ്ങനെ ഇടുന്നില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചുമപ്പുണ്ടായിരുന്നു, ഒരു വെള്ളയുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുമാരി ചേച്ചിക്ക് കൊടുത്തു കേട്ടോ. കുമാരി ചേച്ചി ഈ അടുത്ത ദിവസം ഇട്ടേക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഇതുവരെ പോയില്ലേ കുമാരി ചേച്ചി? ഇവിടെ ചോദിച്ചാൽ അത് പോകത്തില്ല, കളറും പോകത്തില്ല, നല്ല തുണിയാടി അതെന്ന്. അതിന് പിന്നെ ഇച്ചിരി ഞുറിച്ചിലൊക്കെ ഉള്ള. ഇത് ചുരിദാറായിട്ടല്ല, അത് ചുരിദാറായിട്ടല്ലായിരുന്നു, ഇച്ചിരി ഞുറിയൊക്കെ ഉള്ള സൈസ്. പിന്നെ ഇത് ചേട്ടായി എനിക്ക് മേടിച്ചു തന്നെ നൈറ്റി കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നൈറ്റി കേട്ടോ, നല്ല നൈറ്റി. ഇത് ഇച്ചിരി വിലയാകുന്ന നൈറ്റിയാണ്. ബാക്കിയെല്ലാം 10, 200, 250. പിന്നെ ഞാൻ തയ്ച്ചേക്കുന്നതൊക്കെയാണെങ്കിൽ 140 രൂപ 150 രൂപയുടെ തുണിയാണ് കേട്ടോ. ഈ നൈറ്റി പിന്നെ നമ്മുടെ റുക്കുട്ടി നമുക്ക് ഗിഫ്റ്റ് തന്ന ഇത് ഒരു ചുമലയും കൂടെ. ഇത് റുക്കുട്ടി തന്നാണ് ഒരു ചുമല ഇതൂടെ. പിന്നെ ഇത് ഞാൻ തയ്ച്ച നൈറ്റി കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ അന്തംപെട്ട് പള്ളിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന തുണിയാണ്. ഇത് ഒത്തിരി തുണി ഞാൻ കൊണ്ടുവന്ന് വിറ്റു കേട്ടോ. ഇത് എന്നാന്നറിയോ, ചുരിദാറിൻ്റെ ടോപ്പിനായിട്ട് എല്ലാവരും എടുക്കുമായിരുന്നു പൊന്മാതിരി. ഞാൻ ഒരു 3-4 എനിക്ക് തയ്ച്ചു. ഒരു പച്ച, പിന്നെ നീല ഒരെണ്ണം ഞാൻ തയ്ച്ചത്, അത് അമ്മ കൊണ്ടുവന്ന് തോന്നി ഇങ്ങനത്തെ നൈറ്റി. അല്ലാണ്ട് ഇതിങ്ങനെ തന്നെയാണ് തുണി പീസ് വരുന്നത്. കഴുത്തൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ടാണ് വരുന്നത്. അത് നമ്മൾ വെട്ടി അടിച്ചാൽ മാത്രം മതി. അങ്ങനെ ഇങ്ങനത്തെ ഒത്തിരി ഞാൻ തുണി വിറ്റതാണ് കേട്ടോ. അതിന് പക്ഷേ വില കൂടുതലായിരുന്നു, 180 രൂപയായിരുന്നു. പിന്നെ ഇത് ഞാൻ തയ്ച്ച നൈറ്റിയത്. എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇതിനും ഒരു ഫാൾട്ട് പറ്റി. എന്നാണെന്നറിയോ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കാർക്കും മനസ്സിലാകില്ല, പക്ഷെ ചെയ്തവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഇത് ഇങ്ങനെ വെട്ടി ഫുള്ള് പച്ച വയറ്റി പിടിപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ ഈ ഇവിടെ വേറൊരു നൈറ്റി പീസ് വെച്ചു. നൈറ്റി പീസ് വെച്ച് ലാസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ ഒപ്പം ഇറക്കമില്ല ഇവിടെ. ഇത് കണ്ടോ, ഇതിനിറക്കമുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേന് ഇതിനിറക്കമില്ല. പിന്നെ ഞാൻ ഇവിടെ ഒരു ഫ്രില്ലങ്ങ് വെച്ചു. അതൊരു ഒരു ഫാഷനായില്ല അത്. എന്നിട്ട് ഇത് ഇട്ടുകൊണ്ട് ഇറക്കുന്നുണ്ട്. എത്ര പേര് എന്നെ കൊണ്ട് ഇങ്ങനെ തന്നെ തയ്പ്പിച്ചെന്നറിയോ. ചുമ്മാ തേയാഞ്ഞിട്ടൊക്കെ ഓരോ തെത്ത് ചുമ്മാ എടുത്ത് ഇടുന്നതാ. ഓരോ കയ്യിൽ നിന്നിട്ടേ ഓരോ തയ്യൽ തയ്ക്കുമ്പോൾ നന്നായിട്ട് തയ്ച്ച് ഞാൻ കുറേ പൈസ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ തയ്ക്കാൻ പറ്റത്തില്ല, ഒട്ടും പറ്റത്തില്ല. ഇച്ചിരി നേരം ഇരുന്ന് തയ്ച്ചുമ്പോൾ മുട്ടിനും നടുവിനും എല്ലാം ഭയങ്കര പ്രശ്നമാണ്. ഇത് ഞാൻ തയ്ച്ച നൈറ്റിയാണ്. അല്ല, ഇത് തയ്ച്ചല്ല, ഇത് ഫാഷൻ പോയിന്റിലെ നൈറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ തയ്ച്ചതല്ല. ഇത് ഫാഷൻ പോയിന്റിലെ നൈറ്റിയാണ്. ഇതും ഫാഷൻ പോയിന്റ് നൈറ്റിയാണ്. വീഡിയോ തുടങ്ങി കഴിഞ്ഞ് ഫാഷൻ പോയിന്റിൽ നിന്ന് കുറച്ച് 5-8 നൈറ്റി എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഫാഷൻ പോയിന്റിലെ നൈറ്റിയാണ്. ഫാഷൻ പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ നിന്ന കട, ഈ ലാസ്റ്റ് നിന്ന കട കേട്ടോ. ഇത് ഇപ്പം ഞാൻ തയ്ച്ച നൈറ്റി. ഇത് ഞാൻ തയ്ച്ച നൈറ്റിയാണ്. ഇതൊക്കെ കമ്പത്തുനിന്ന് ഇങ്ങനെ ഒറ്റ കെട്ടായിട്ടാണ് തുണി എടുത്തിട്ട് വരുന്നത് കേട്ടോ. അവിടെ ചിലപ്പോൾ അവിടെ ഒരു ഇതുണ്ടേ, നമ്മൾ തറയിരുത്തിയിട്ട് കുറേ എടുത്ത് വാരി കൊണ്ട് വെച്ച് തരും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ ദൈവമേ, അതൊക്കെ ഒരു ഓർമ്മ, ഒരു കാലം അല്ലേ. ഇത് ഞാൻ ഇത് തയ്ച്ചല്ല. ഇതും ഫാഷൻ പോയിട്ടില്ലേ തന്നെ നൈറ്റി കേട്ടോ. ചുരിദാർ തൊട്ട് ഈ കളർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതും ഫാഷൻ പോയിന്റിലെ തന്നെ നൈറ്റിയാന്ന് തോന്നുന്നു. ആണോ? അതെ, ഇതും അതെ, ഫാഷൻ പോയിന്റിലെ തന്നെ നൈറ്റിയാണ്. ഇങ്ങനെ ഈ വില ഇടുമ്പോഴൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നിയില്ലേ, അങ്ങനെ എടുത്ത് കൂട്ടിയതാണ് കേട്ടോ. പിന്നെ ഇതിനൊരു കഥയുണ്ട് പറയാനായിട്ട്. ഇത് ഞാൻ തന്നെ തയ്ച്ച നൈറ്റിയാണ്. ഇത് തയ്യൽ പഠിച്ചടയാ കേട്ടോ. അപ്പം ആ തയ്യൽ പഠിച്ചെടുത്ത കോച്ചിന് നല്ല വശം എംബ്രോയിഡിങ്ങും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യാനൊക്കെ അറിയാം. എനിക്കത് കണ്ടിട്ട് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ഭയങ്കര ആകാംക്ഷ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഒറ്റ കളറല്ലേ, നമുക്ക് ഈ നൈറ്റ് തയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തയ്ച്ചിട്ട് ഒരു ഇച്ചിരിയൊക്കെ എംബ്രോയിഡിങ് ഞാൻ ചെയ്തു. അത് കഴിയുമ്പോൾ കുരുങ്ങി പോവും, എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു. അന്നേരം അവൾ എംബ്രോയിഡിങ് ചെയ്ത് തന്നതാണ് കേട്ടോ ഇത്. പിന്നെ എനിക്കൊരു കോളർ നൈറ്റി ഉണ്ടായിരുന്നു, ചുങ്കിടിയുടെ പച്ച. അതിടുമ്പോൾ ചേട്ടാ എപ്പോഴും പറയാം, നല്ല അടി നിനക്ക്, നല്ല അടി. അതിന് വേണ്ടിയിട്ട് ഇതൊരു കോളർ നൈറ്റി തയ്ച്ചതാണ് കേട്ടോ. ഇത് ഞാൻ തയ്ച്ചത് തന്നെയാണ്.
പോക്കറ്റൊക്കെ വെച്ച് കോളറിനേറ്റ് തയ്ച്ചു. പക്ഷെ എനിക്ക് ചൂട് കൂടുതലായതുകൊണ്ട് എപ്പോഴും ഇടാൻ പറ്റത്തില്ല. ഇതും എനിക്ക് ചേട്ടായിയാന്ന് തോന്നുന്നു ഗിഫ്റ്റ് ചെയ്ത് നൈറ്റിയ. ചേട്ടായിയാന്ന് തോന്നുന്നു. അതെ ചേട്ടായി കണ്ട ഇത് മേടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് കടയിൽ നിന്ന് മേടിച്ചേക്കുന്നത്, നമ്മുടെ ഇവിടുത്തെ കടയിൽ നിന്ന് കണ്ട. പിന്നെ ഇത് ഞാൻ ഈയിടത്തെ മേടിച്ച നൈറ്റിയ, ഫാഷൻ പോയിന്റിൽ തന്നെ. ഈയിടല്ല 2-3 വർഷമായി. ഇതൊക്കെ അപ്പടി അങ്ങ് നരച്ചു പോയി. അതിന് മുമ്പേ ഞാൻ എടുത്ത് തുണിയായിട്ട് തയ്ച്ചേക്കുന്നതൊക്കെ എത്ര നല്ലതായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ടോ ചിലതൊക്കെ. ഇത് നമ്മുടെ റുക്സാനക്കുട്ടി തന്ന, നീലയുടെ കൂടെ തന്ന ചുമല 2 നൈറ്റ് തന്നില്ലേ, സിന്ധുമ്മയ്ക്കൊന്നും പറഞ്ഞ അയച്ചു തന്ന നൈറ്റിയാണ് കേട്ടോ. ഒന്ന് ദൈവമേ, എല്ലാത്തിലും ഓരോ പിന്നൊക്കെ കാണും കേട്ടോ എൻ്റെ നൈറ്റിയിൽ. പിന്നെ ഇത് ഞാൻ തയ്ച്ച നൈറ്റി കേട്ടോ. ഇതിൻ്റെ ഈ പൈപ്പിങ് ഞാൻ കിട്ടും. തയ്ച്ചതും തയ്ക്കാത്തതും പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. ഇവിടെ ഈ ലേബിൾ കാണത്തില്ല. നമ്മൾ തയ്ക്കാത്തതിൻ്റെയൊക്കെ എന്നെല്ലാം ലേബിൾ കാണും. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. പക്ഷേ അതിൻ്റെ കഴുത്തൊക്കെ ഒരുമാതിരിയായി, എന്നാലും വിടും. ഇത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് മേടിച്ചു ഒരു നൈറ്റി കേട്ടോ. ഈ നൈറ്റി ഉണ്ടല്ലോ എൻ്റെ പോലെ കുറേ നാളായിട്ട് കാണാനില്ലായിരുന്നു. നമ്മൾ പണ്ട് കൃഷ്ണമോളുടെ വീട്ടിൽ പോയില്ലേ, ആ ഇടയ്ക്ക് എടുത്ത് നൈറ്റി ചെയ്ത് എന്നിട്ട് ഇത് കാണുന്നേ ഇല്ല. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ വിരിച്ചിടുവോ അങ്ങനെയോ, അല്ലെങ്കിൽ അലക്കാൻ പോയപ്പോൾ പോകുമോ, അങ്ങനെ എന്തോ പോയെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ അമ്മൂൻ്റെ വീട്ടിൽ ചെന്നില്ലേ, അമ്മൂൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ എറണാകുളത്ത് മാറിയപ്പോൾ അവിടെ കൊണ്ടു വെച്ചതാണ്. അങ്ങനെ അമ്മൂൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഈ പ്രാവശ്യം പോയപ്പോഴും ഇത് തന്നെ കൃഷ്ണമോളുടെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫോട്ടോ വെച്ച് കാണിച്ചപ്പോൾ ആ നൈറ്റി തന്നെ. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേന്ന്. അവൻ്റെ ഈ നൈറ്റി എൻ്റെ അനിയത്തിക്കുട്ടി തന്നാട്ടോ കേട്ടോ. എനിക്ക് ആലപ്പുഴ ചെന്നപ്പോൾ നല്ല ആളുകൂടി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ചേച്ചി എടുത്ത് വന്നാലെന്ന് പറഞ്ഞു വന്നു. അപ്പം ഞാൻ ഇങ്ങനത്തെ തന്നെ സെയിം ഒരെണ്ണം മേടിച്ചിട്ട് അവൾക്ക് കൊണ്ട് കൊടുത്തു. ഇടമുണ്ടൊക്കെയെന്ന് മേടിച്ചാൽ ഇത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കണ്ടപ്പം മേടിച്ചതാണ്. 240 രൂപ. പിന്നെ ഇത് ഞാൻ തയ്ച്ച നൈറ്റിയ. ഇതൊക്കെ ചുരിദാർ കേട്ടാ. പിന്നെ വണ്ണവും അധികം തോന്നിക്കത്തില്ലായിരുന്നു. വണ്ണം ഇല്ലായിരുന്നു അന്നൊക്കെ. ഇപ്പോഴേ ഈ വണ്ണം വെച്ച് എനിക്ക് ടെൻഷൻ കൂടിയാലും വണ്ണം വെക്കും, അങ്ങനത്തെ ഒക്കെ സ്വഭാവം. ഇതൊക്കെ ഞാൻ തയ്ച്ച നൈറ്റിയ കേട്ടോ. ഇത് ചുങ്കിടി തുണിയാണ്. പിന്നെ ഇത് ഞാൻ തയ്ച്ച നൈറ്റിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് നരച്ചു കുറച്ച് പോയേ, എന്നാലും എനിക്കിത് കളയാൻ മനസ്സില്ല, വെച്ചിട്ടുണ്ട് ഇരിപ്പുണ്ട്. ഇതെനിക്ക് ഇഷ്ടമായിരുന്നു. ഇതിട്ടാലും നല്ലതാണ്. ചേട്ടൻ്റെ മകളൊക്കെ പറയുമായിരുന്നു എൻ്റെ ദൈവം ഒട്ടും മണ്ണമൊന്നും തോന്നത്തില്ല, നല്ലതാടി നിനക്ക് ഇതിട്ടാലെന്ന് പറയുമ്പോൾ അങ്ങനെ പറയുമായിരുന്നു. ഓ നീ വെളുത്തതല്ലേ, അതുകൊണ്ട് എല്ലാ കളറും ചേരുമെന്ന് പറയുമായിരുന്നു. ഇങ്ങനത്തെ ഞാൻ ആർ കളർ മൊത്തം കൂടുതലും ഞാൻ എടുക്കും തയ്ക്കുമ്പോഴേ. അപ്പോൾ എന്നോട് എൻ്റെ വലിയേച്ചി പറയായിരുന്നു, ചേട്ടയുടെ മൂത്ത പെങ്ങൾ പിന്നെ അവൾ നല്ല വെളുത്തതുകൊണ്ട് എല്ലാം ചേരുന്നു. ഇതിനും ഒരു കഥയുണ്ട് പറയാനായിട്ട്. ഇത് ഞാൻ തന്നെ തയ്ച്ചതാണ്. ഇത് ഞാൻ എൻ്റെ തയ്യൽ പഠിച്ച അടുത്ത് എംബ്രോയിഡിങ് ചെയ്ത് പഠിച്ചതാണ് കേട്ടോ. ഇത് കണ്ടോ, എല്ലാത്തിലും ഒന്ന് കൈവച്ച് നോക്കിയതാണ്. ഇതൊക്കെ എത്ര നാളായ നൈറ്റിയാണെന്നറിയോ. എങ്ങനെ പോയാലും ഒരു 10-15 വർഷമായ നൈറ്റിയാണ്. എന്നിട്ട് ഇപ്പോഴും അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതുപോലെ ഈ ഒരു നൈറ്റി ഞാൻ മറ്റേ ഒരു ബനിയൻ്റെ നൈറ്റി എൻ്റെ കല്യാണത്തിന് മുമ്പുള്ളതാണ് കേട്ടോ. ചേട്ടായി എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ടുള്ള നൈറ്റി കഴിക്കുന്നുണ്ടെന്ന്. അന്ന് ഇതൊക്കെ ഭയങ്കര തുളവും മാതിരി കിടക്കുവാണേ. ചെളാമ്പി പോലെ കിടന്നുകൊണ്ട് ഇടിയല്ലായിരുന്നു. അത് 2 ഞാൻ പിന്നെ അത്രയും നാളത്തേത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നൈറ്റിക്കുണ്ടല്ലോ ഒരു കഥ പറയാനുണ്ട്. ഇതൊക്കെ എൻ്റെ ദൈവമേ, ഇത് എന്നത്തിൻ്റെയാണെന്നറിയാം. എന്നാണ്ട് ഭയങ്കര എന്നാണ്ടൊരു കമ്പനി നൈറ്റിയാണ്. 550 രൂപയായി ഈ നൈറ്റിയുടെ വില. ഇത് ഞങ്ങളന്ന് കൊട്ടാരക്കരയ്ക്ക് പോയില്ലേ, കൊട്ടാരക്കരയ്ക്ക് പോയപ്പോൾ എനിക്ക് ജോലി വാങ്ങിച്ചു തന്ന നൈറ്റി കേട്ടോ. കാരണം ഞങ്ങൾ ഒരു ദിവസം നിൽക്കാനായിട്ട് പോയതല്ലേ. എന്നിട്ട് അപ്പോൾ ഒരു ഡ്രസ്സൊക്കെ കൊണ്ടാണ് പോയത്, ഒരു നൈറ്റി വരെ. പിറ്റേ ദിവസം അവർ പിടിയല്ല. അപ്പോൾ ഞാൻ ആവുന്ന പോകുന്നു പറഞ്ഞു, മോനെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ പോയ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാൻ പോയതുകൊണ്ട് ഇട്ടിട്ട് ഒരു കഴിയില്ല. എനിക്ക് പിന്നെ ഇട്ടിട്ട് ഒരു തരുന്നൊന്നും എനിക്ക് ഇഷ്ടമില്ല. അതെനിക്ക് മഹാ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നിട്ട് ഞങ്ങൾ എവിടെയെങ്ങാണ്ട് ബീച്ചിലും ഒക്കെ പോയിട്ട് വന്നപ്പോൾ ഒരു കടയിൽ കയറി മേടിച്ചു കേട്ടോ. 550 രൂപ. ഞാൻ ആവുന്ന പോകുന്ന വേണ്ടെന്ന് പറഞ്ഞു. എവിടെ അപ്പം ഞാൻ എല്ലാം മടക്കി സെറ്റാക്കി വെച്ചു. ഇനി അലമാരിക്കകത്ത് കൊണ്ടുവെക്കണം. അല്ല ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു രസമുണ്ടല്ലേ. അപ്പം ഞാനും ഒരു ബിസിനസ് തുടങ്ങാൻ പോവുക. നിങ്ങൾ ഇട്ടിട്ട് ഒരു പല നൈറ്റ് വെച്ചാണോ നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ പോകുന്നതൊക്കെ ചിലപ്പോൾ കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ എൻ്റെ ആഗ്രഹമൊക്കെ പറഞ്ഞാണ് കേട്ടോ. നമ്മളും തുടങ്ങാൻ പോവുക ബിസിനസ് അല്ലേ. അപ്പം ഞാൻ ഇട്ടേക്കുന്നതോടെ കൂടി 45 നൈറ്റി ഉണ്ട് കേട്ടോ. അപ്പം വേണമെങ്കിൽ തുടങ്ങുകയൊക്കെ ചെയ്യാം. എന്നാന്ന് പറയട്ടെ, ഞാൻ നേരത്തെ നിന്ന കടയിലെ ചേട്ടൻ പറയുമായിരുന്നു, ഞാൻ 1-2 ചെറിയ ഓരോ ബോക്സിനകത്ത് ഓരോ സാധനങ്ങളും വെച്ച് ഒരു 2-3 കൈലിയും 2-3 തോർത്തും ഒക്കെ വെച്ച് തുടങ്ങിയതാണ്. ഉള്ള പൈസയ്ക്ക് അനുസരിച്ച് വെച്ച് തുടങ്ങിയതാണ്. എന്ന് പറഞ്ഞപ്പോൾ
നമ്മൾ ഉള്ളത് വെച്ച് തുടങ്ങുക. എന്ത് ദൈവമേ, ഇനി കൊണ്ടുപോയി അലമാരി വെക്കട്ടെ കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും കണ്ടില്ലേ എൻ്റെ നൈറ്റി എന്തുമാത്രമാണെന്ന്. ഇനി ഇത് മൊത്തം മടക്കണം. മടക്കിയിട്ട് വേണം അലമാരിക്ക് അത് വെക്കാൻ വേണ്ടി. നല്ലൊരു പണിയാണ് എനിക്കിനി മടക്ക്. എനിക്ക് അങ്ങനെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് വാരി വെക്കുന്നൊന്നും ഇഷ്ടമില്ല. എൻ്റെ അലമാരി നിങ്ങൾ ജസ്റ്റ് ഇടയ്ക്ക് വല്ലപ്പോഴും കണ്ടിട്ട് കാണുമായിരിക്കും നല്ല നീറ്റായിട്ട് അടുക്കി വെച്ചില്ല എനിക്കൊരു സമാധാനമില്ല. അപ്പം ഇനി ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കിയെടുത്ത് അലമാരിക്ക് അത് വെക്കണം. അപ്പോൾ എൻ്റെ നൈറ്റികളിൽ ഏതാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായത്? നിങ്ങളെല്ലാ നൈറ്റിയും കണ്ടിട്ടുള്ളവർ തന്നെയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും പറഞ്ഞതിന് കുറച്ച് പേര് പറഞ്ഞതിൻ്റെ പേരിലാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലും ആ ബെൽ ബട്ടനോട് ഒന്നിടിച്ച് പിടിച്ചു കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.